22 മോഡൽ 26,000 കിലോമീറ്റർ. 6,000 കിലോമീറ്റർ, 26,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഏകദേശം ഇപ്പം 4 വർഷം ആവാനായിട്ടുണ്ടാവും അല്ലേ? ഏകദേശം. അതെ. അതിനിടക്ക് 10 കിലോമീറ്റർ എന്ന് പറയാം. ഡീസൽ വണ്ടിയാണ്. 16-17 കിലോമീറ്റർ ക്ലസ്റ്റർ തന്നെ ഇതിനകത്ത് മൈലേജ് കാണിക്കുന്നുണ്ട്. 2.35 നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു ഡസ്റ്റർ. അതിൽ ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഓൾമോസ്റ്റ് കയറും. പക്ഷേ ഈ 2013 ആയതുകൊണ്ട് ഒരു 1.5 വർഷം വരെയല്ലേ നമുക്ക് ലോണിൻ്റെ ആ ഒരു ടെന്യൂർ കിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, നല്ല നീറ്റുള്ള വണ്ടിയാണ്. ഇത് ടയർ ഭാഗമൊക്കെ അടിപൊളിയാണ്. ഒന്നും ചെയ്യാനല്ല അല്ലേ? ഒന്നും ചെയ്യില്ല. 18 മോഡൽ 19 രജിസ്ട്രേഷൻ RX ആണ് ഓപ്ഷൻ വരുന്നത്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. 29 വരെ പേപ്പർ വരുന്ന വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് മഴയും വെയിലും കൊള്ളാണ്ട് AC ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റിയൊരു വണ്ടി അല്ലേ? അതെ. എത്ര പൈസ നമ്മൾ 88,000 രൂപക്ക് കൊടുക്കാം നമുക്ക്. 88,000-ന് 29 രൂപ പേപ്പറുള്ള എല്ലാം ഫിറ്റ് ആയിട്ടുള്ള ഒരു അൾട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പുതിയൊരു ഷോറൂം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇനി കുറച്ച് കാലം നമുക്ക് കണ്ണൂരിൽ നിന്ന് കളിക്കാം അല്ലേ? അപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാർബൽ യൂസ്ഡ് കാർസ് പുതിയൊരു ഷോറൂമാണ്. എങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് വരുണിനെ സ്വാഗതം ചെയ്യാം. വരണേ, സ്വാഗതം. സുഖല്ലേ? സുഖം. വരണ നമുക്ക് മുന്നേ പരിചയമുണ്ട്. ഓക്കെ. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? കണ്ണൂർ കറക്റ്റ് കണ്ണൂർ കൂത്തുപറമ്പ് റോട്ടിൽ കായലോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കായലോട് അല്ലേ? കണ്ണൂരിൽ നിന്നാണെങ്കിലും ഒരു 10 കിലോമീറ്റർ, ഈവൻ ഇനിയിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വരുന്നതാണെങ്കിലും ഒരു 10 കിലോമീറ്റർ. ഓക്കെ. രണ്ടും ഏകദേശം ബി ഷേപ്പ് റോഡാണ്. തലശ്ശേരി നിന്ന് കയറുമ്പോൾ കണ്ണൂരിൽ നിന്ന് കയറുമ്പോൾ. ഓക്കെ. ഒരേ ജോയിന്റ്. കൂത്തുപറമ്പ് എത്തുന്നതിന് മുന്നേ ആയിട്ട് ടൗണ് കായലോട് അല്ലേ? ഹൈവേ സൈഡിൽ തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് പോകുമ്പോഴുള്ള ഹൈവേ സൈഡിൽ തന്നെയാണ്. നിങ്ങൾ തലശ്ശേരിയിൽ നിന്ന് വരികയാണെങ്കിൽ കൂത്തുപറമ്പ് ടൗണിൽ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് വരണം അല്ലേ? അല്ലാണ്ട് ഷോർട്ട് ഉണ്ടാവും. തലശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് പിണറായി. ഇത് പിണറായി ഒരു കിലോമീറ്റർ അപ്പുറം പിണറായി. ഓക്കെ. അപ്പോൾ അതുവഴി കയറാം. ബാക്കി ഏത് സെഗ്മെന്റ് വണ്ടികളാണ് അവിടെ കൂടുതലുള്ളത്? ഇവിടെ നമുക്കൊരു 10 lakhs ബിലോ വണ്ടികളാണ് കൂടുതൽ. അതിൽ തന്നെ എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. 7 സീറ്റർ ഉണ്ട്, ബഡ്ജറ്റ് മുതൽ നമുക്ക് ഏകദേശം ഒരു ആവറേജ് 10 ലക്ഷം വരെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഓക്കെ. എന്തായാലും സ്റ്റോക്ക് നമുക്ക് എന്തായാലും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി എടുക്കുന്നവർക്ക് എന്താ വെച്ചാൽ വണ്ടി വിലക്കുറവല്ല വേണ്ട, ക്വാളിറ്റി വേണം. നമ്മൾ മാക്സിമം ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടികൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. പിന്നെ എക്സ്ചേഞ്ചിന് വരുന്ന വണ്ടികൾ മാത്രമാണ് ഒരു ഓണർഷിപ്പ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അത് അതിൻ്റെതായ വില കുറച്ച് അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ വെറും വിലക്കുറവ് മാത്രം നോക്കിയാൽ പോരാ, ക്വാളിറ്റി കൂടെ നോക്കണം. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മാർവൽ യൂസ്ഡ് കാർസിന്റെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അല്ലേ? ഓക്കെ. പുതിയ ഷോറൂം നമുക്ക് പുതിയ വണ്ടിയിൽ തന്നെ തുടങ്ങാം. ഓൾ ന്യൂ ബൊലേറോ ആണ്. KL 70 രജിസ്ട്രേഷൻ വാഹനം. അതെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. ലാസ്റ്റ് 22 ലാസ്റ്റ് ബൊലേറോ നിയോ N8. 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഷോറൂം കണ്ടീഷനിലെ വെഹിക്കിളാണ്. N8 ഫുൾ അല്ലേ? അല്ല, 10 ആണ് ഫുൾ. 10 ആണല്ലേ? ഓക്കെ. അതിന്റെ തൊട്ട് താഴെ വരുന്ന 22 മോഡൽ. അതെ. 28,000 ഓടി. 22 മോഡൽ 26,000 കിലോമീറ്റർ. 6,000 കിലോമീറ്റർ. 26,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഏകദേശം ഇപ്പൊ 4 വർഷം ആവാനായിട്ടുണ്ടാവും അല്ലേ? ഏകദേശം. അതെ. അതിനിടക്ക് 10 കിലോമീറ്റർ എന്ന് പറയാം. ഡീസൽ വണ്ടിയാണ്. 16-17 കിലോമീറ്റർ ക്ലസ്റ്റർ തന്നെ ഇതിനകത്ത് മൈലേജ് കാണിക്കുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ നിയോ ആണ്, ബൊലേറോ നിയോ 7 സീറ്റർ തന്നെയാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടി. ഒരു ഹിസ്റ്ററി എല്ലാം പ്രോപ്പറാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് പറയാം. ഫൈനൽ റേറ്റ് 7,25,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാം. 7,25,000 നിങ്ങൾക്ക് ഒരു 2022 നിയോ ബൊലേറോ ആണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. N8 ആണ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത്. ഇതിൽ തന്നെ ബേസിക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സ് മാത്രം ഉണ്ടാവും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. നല്ല ടയർ ഭാഗമുണ്ട്. 1 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 26,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. ലോൺ എത്ര കയറുമല്ലേ? ലോൺ ഓൾമോസ്റ്റ് ഫുൾ ലോൺ ആണ്. ഓക്കെ. വേറെ ഒന്നുമില്ലല്ലോ? വർക്കൊന്നും വേറെ ഒന്നുമില്ല. വേറെ ഒരു പെൻഡിങ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കസ്റ്റമർക്ക് നമ്മൾ വരുന്ന സമയത്ത് അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കും. ഒരു ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഇവിടെ ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ. അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റ് ആണ്. ടിയാഗോ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 ടിയാഗോ XT. 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. 16 ടിയാഗോ ഇറങ്ങിയ വർഷം ഫസ്റ്റ് വണ്ടിയാണ്. പിന്നെ 45,000 ആ ഒരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്രയായി? 10 വർഷത്തിനടുത്തായി അല്ലേ? ഏകദേശം വെറും 45,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. അതിൻ്റെ കിലോമീറ്റർ ജെനുവിൻ സർവീസ് ഉണ്ടോ? പക്ക
ഓൾമോസ്റ്റ് സർവീസ് ഉണ്ട്. ലാസ്റ്റത്തെ ഒരു സർവീസ് അങ്ങനെ മിസ്സായിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ കസ്റ്റമർ വീട്ടിൽ തന്നെയായിരുന്നു, വണ്ടി ഓടിയില്ല. സർവീസ് ഉണ്ടല്ലോ. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അപ്പം ഉറപ്പിക്കാം ഏകദേശം. ഓക്കെ, ക്ലെയിമും ഇല്ല, കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗമുണ്ട്. ഇപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒരു വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാൻ. ബാക്കി പോളിഷൊക്കെ നിങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചോദ്യം എത്രയാണ്? ഇത് നമുക്ക് 2,50,000 നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 2.5 ലക്ഷത്തിന് വെറും 45,000 കിലോമീറ്റർ ഓടിയ 2016 XT ടിയാഗോ. ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. അലോയ്സ് ഉണ്ടാവില്ല എന്നുള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. ബാക്ക് വൈപ്പറും ഡിഫോഗറും അതിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് സേഫ്റ്റി. അത് തന്നെ. ഓക്കെ, ഫുൾ ഓണിൽ 2.5 ലക്ഷത്തിന് ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു വാൻ ടൈപ്പ് മാരുതി സുസുക്കി ഈക്കോ ആണ്. KL 18 രജിസ്ട്രേഷൻ, വടകര വണ്ടിയാണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 ഈക്കോ 5 സീറ്റർ ആണ്. 5 സീറ്റർ AC? അത് AC, 5 സീറ്റർ AC. 5 സീറ്റർ AC വരുന്ന വാഹനമാണ്. 22 എന്ന് പറയുമ്പോൾ AC-ൽ 2 എയർ ബാഗ് എല്ലാം വരില്ലേ? വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചർ എല്ലാം ഉണ്ട്. ഓക്കെ, ചെറിയ 2 ചളുക്കുണ്ട് അല്ലേ? ചെറിയൊരു ഡെൻ ഉണ്ട്, പക്ഷെ നമ്മൾ ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പൊ തന്നെ കാണാൻ പറ്റുമോ എങ്ങനെയാണോ കണ്ടീഷൻ, റോ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഡോറിന്റെ സൈഡിൽ ഇവിടെ ചെറിയൊരു ചളുക്കാണ്, ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രൈസ് എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇത് 79,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഇത് നമുക്കൊരു 3,75,000 നമുക്ക് കൊടുക്കാം. 3,75,000 രൂപയ്ക്ക് 5 സീറ്റർ AC 2022 മോഡൽ ഈക്കോ. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി പർപ്പസിനും പറ്റും, വേണ്ടി വന്നാൽ കൊമേഴ്ഷ്യൽ പറ്റും അല്ലേ? അഡീഷണൽ വേണേൽ CNG ആഡ് ചെയ്യാനും പറ്റും. അടിപൊളി മൈലേജും കിട്ടും. നല്ല മൈലേജ്. ഓക്കെ, അപ്പോൾ വേറെ വർക്കൊന്നുമില്ലല്ലോ? വേറെ മേജർ ആക്സിഡന്റോ ആ ഒരു ഡെന്റ് മാത്രം, കാണത്തൊക്കെയുള്ള ഡെന്റ് മാത്രം. ഇപ്പൊ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ വണ്ടി. ആ ഒരു കണ്ടീഷനിലാണ്. എന്താണ് റോ കണ്ടീഷൻ അങ്ങനെ തന്നെ നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ. ലോൺ എത്ര കയറും? ലോണും ഓൾമോസ്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 3 മാക്സിമം ലോൺ കയറും. ഒരു 5,000-10,000 ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം. അടുത്തത് 2 വാഹനങ്ങൾ നമ്മൾ ഒറ്റ ഫ്രെയിമിൽ കാണിക്കുകയാണ്. ഹ്യുണ്ടൈ വെർണയും റെനോ ഡസ്റ്ററും. രണ്ടും തമ്മിലൊരു ബന്ധമില്ല, പക്ഷേ ഒറ്റ ബന്ധം എന്ന് വെച്ചാൽ രണ്ടും എക്സ്ചേഞ്ച് വന്ന വണ്ടികളാണ്. ഓക്കെ, വെർണ എങ്ങനെ ഡീറ്റെയിൽ? വെർണ 2015 S+ ആണ് വേരിയന്റ്. ഓക്കെ, 3rd ഓണർഷിപ്പ് ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതാ, പെട്രോൾ ഡീസലോ? പെട്രോൾ 15 പെട്രോളാണ് പറഞ്ഞാൽ. വലിയ മെയിൻ്റെനൻസ് സൈഡ് പേടിക്കണ്ട, പെട്രോൾ ആയതുകൊണ്ട്. സർവീസ് ഒക്കെ ഉണ്ടോ? സർവീസ് 3rd ഓണർഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര സർവീസ് ഉണ്ട്. ജനറൽ ചെയ്ത് പോയിട്ട് നല്ല കമ്പനി ഹിസ്റ്ററി ഇല്ലാന്നേ ഉള്ളൂ. 3rd ഓണർഷിപ്പ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, S+ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും. ഓക്കെ, 2015 വണ്ടിയാണ് അതും. ഓക്കെ, അതെത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? നമുക്കത് 3,35,000 ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓണിൽ അതിന്റെ ടയർ മാറ്റി കൊടുക്കും. ടയർ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. പുതിയ ടയർ വിട്ട് തരും. 3,35,000 2015 S+ 1 lakh കിലോമീറ്റർ ഓടിയ 3rd ഓണർഷിപ്പിൽ വരുന്ന വെർണ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോളാണ്, വലിയ മെയിൻ്റനൻസ് മേടിക്കേണ്ട, പക്ഷേ മൈലേജ് ഒരു 11-14 വരെയൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി ഡസ്റ്റർ, അത് ഫുൾ ഓൺ കിട്ടുക. ഇനി ഡസ്റ്ററിലേക്ക് വരാം. KL 50 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇതും എക്സ്ചേഞ്ച് ഒന്നും വണ്ടിയാണ്. 2013 ഡസ്റ്റർ RXL ഡീസൽ, മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനം. 85. അതെ, 13 അല്ലേ? മൈലേജ് ഉണ്ടാവും. 17, 18, 19 വരെയൊക്കെ മൈലേജ് കിട്ടും. മേജർ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ രണ്ടിലും ഇല്ലല്ലോ. വണ്ടി ഓക്കെയാണ്, വണ്ടി നല്ല വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇതിലിപ്പോൾ ചെറിയ ടച്ചപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുണ്ട്. അതൊക്കെ ഈ കണ്ടീഷനിൽ തന്നെയുള്ള വില തന്നെയാണ് പറയുന്നത്. ഈ കണ്ടീഷനിൽ 2013 വണ്ടിയാണ്, RXL ഡീസൽ. എത്രയാണ് ഇതിൻ്റെ ഓട്ടം? ഇത് 1,50,000 1,45,000 കിലോമീറ്റർ ഓടി. 1,45. ഓക്കെ, നിലവിൽ എന്തെങ്കിലും പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു കണ്ടീഷനിൽ ഇപ്പൊ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി. ഓക്കെ, എത്ര ഇതിന്റെ ചോദ്യം എത്ര? ഇത് 2,35,000 രൂപ നമുക്ക് കൊടുക്കാം. 2,35,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു ഡസ്റ്റർ. അതിൽ ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഓൾമോസ്റ്റ് കയറും, പക്ഷേ ഈ 2013 ആയതുകൊണ്ട് ഒരു 1.5 വർഷം വരെയല്ലേ നമുക്ക് ലോണിന്റെ ആ ഒരു ടെന്യൂർ കിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. ഇനി നല്ലൊരു ഓട്ടോമാറ്റിക് സെഡാൻ കാർ നോക്കുന്നുണ്ടോ? വലിയൊരു മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പെട്രോൾ ഓടിക്കുക, നല്ല സുഖസുന്ദരമായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വാഹനം. ഹോണ്ട എമേസ് ആണ്. എമേസിൻ്റെ ഇപ്പം ഇറങ്ങുന്ന ഷേപ്പിൻ്റെ തൊട്ട് മുന്നുള്ള ഷേപ്പാണ്. KL 13 രജിസ്ട്രേഷൻ, കണ്ണൂർ വണ്ടി. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2023
സിംഗിൾ ഓണർഷിപ്പിൽ 39,000 കിലോമീറ്റർ മാത്രം ഓടിയ CVT ഓട്ടോമാറ്റിക് എസ് ആണ് വേരിയന്റ് വരുന്നത്. 23-ൽ 39,000. എസ് മിഡിൽ ഓപ്ഷൻ ആണ്. AC, പോസ്റ്ററി, പോളർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അതെ, അലോയ്സ് ഉണ്ടാവില്ല, പുഷ് ബട്ടൺ ഉണ്ടാവില്ല, അതെ, ഡിഫോഗർ ഉണ്ടാവില്ല. ഇതാണ് ടോപ്പിലേക്ക് പോകുമ്പോൾ വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. വാറണ്ടി എനിക്ക് തോന്നുന്നു ഒരു 2 മാസം കൂടി വാറണ്ടി ബാക്കിയുണ്ട്. 26 മൂന്നാം മാസമാണ്. അപ്പോൾ 26 മൂന്നാം മാസം വരെ വാറണ്ടി ചാൻസ് ഉണ്ട്. സർവീസ് എല്ലാം പ്രോപ്പർ സർവീസ് ആണ്. എല്ലാം പ്രോപ്പർ. അതെ, സിംഗിൾ ഓണർ. CVT ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 10 to 14 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. പക്ഷേ സ്മൂത്ത് ആയിരിക്കും അല്ലേ? ഡ്രൈവും എല്ലാം അടിപൊളിയായിരിക്കും. എത്ര ഇതിന്റെ ചോദ്യം? ഇത് നമുക്ക് 680 കൊടുക്കാം. 6,80,000 രൂപയ്ക്ക് CVT ഓട്ടോമാറ്റിക് അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ജനറേഷൻ വണ്ടിയാണ്. ഓക്കെ, ലോൺ എത്ര കയറും? ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും ഒരു ഓട്ടോമാറ്റിക് വണ്ടി തന്നെയാണ്, ടാറ്റ ടിയാഗോ. ഇതാകുമ്പോൾ കുറച്ച് മൈലേജ് കിട്ടും. ഒരു 13-16 റേഞ്ച് മൈലേജ് ഉണ്ടാവും അല്ലേ? AMT ഗിയർ ബോക്സ് ആണ് വരിക. KL13 കണ്ണൂർ വണ്ടി തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2019 ടിയാഗോ XT വേരിയന്റ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 69,000 കിലോമീറ്റർ ആണ് ഓടിയത് വണ്ടി. 69 നോർമൽ ഓട്ടം തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുക. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നും. ചെറിയ റീപെയിൻസ് ഉണ്ട്. ചെറിയ റീപെയിൻസ് അവിടെ ഇടയിലായിട്ടുണ്ട്. ഓക്കെ, അതെ. ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിലാണ് നമ്മൾ വില പറയുന്നത്. നിലവിലുള്ള കണ്ടീഷൻ പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട്. അതെ, ആ നിലവിലുള്ള കണ്ടീഷനിൽ നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ 2019 XT 69,000 കിലോമീറ്റർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന XT ഓട്ടോമാറ്റിക് ടിയാഗോ. ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. എത്രയുണ്ട് ചോദ്യം? ഇതൊരു ഓഫർ പ്രൈസ് ആണ്. 3,40,000 നമുക്ക് കൊടുക്കാം. 3,40,000 ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ഓട്ടോമാറ്റിക് ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, അതും പ്രോപ്പർ സർവീസ് ഉണ്ട്. അത്യാവശ്യം നല്ല ടയർ ഭാഗമുണ്ട്. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചെയ്യാനില്ല അല്ലേ? ഒന്നും ചെയ്യാനില്ല. ഒരു ജനറൽ സർവീസ് ചെയ്താൽ ഓടിക്കാം. അതെ, ഓക്കെ. ഫുൾ ലോൺ കയറൂലേ? ഫുൾ ലോൺ കയറും. അടുത്തൊരു ക്വിഡ് KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018-19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 18 മോഡലുണ്ട്, 19 രജിസ്ട്രേഷൻ. RXT വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. RXT ഓപ്ഷനിലല്ലോ? അല്ല, അതായത് എയർ ബാഗ് ഒരു എയർ ബാഗ് വരുന്നുണ്ടോ? എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ RXTയിൽ എയർ ബാഗ് വരുന്ന ഓപ്ഷനാണ്. KL46 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. നല്ല ടയർ ഭാഗമുണ്ട്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സർവീസ് എല്ലാം ഉണ്ട്. സർവീസ് പക്ക. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്രയാണ് ഇത്? 2,45,000 കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2,75,000 രൂപയ്ക്ക് 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ RXT ഓപ്ഷൻ വരുന്ന ക്വിഡ് മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 18-19 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, നിലവിൽ വേറെ വർക്കൊന്നുമില്ല. ഒരു വർക്കും. നല്ലൊരു നീറ്റ് വണ്ടി, ഒരു ഫാമിലി പർപ്പസിനൊക്കെ പറ്റിയ അടിപൊളി വണ്ടി. ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ കയറും. വീണ്ടും ക്വിഡാണ്. KL5 കോട്ടയം വണ്ടിയാണിത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018-19 രജിസ്ട്രേഷൻ തന്നെ. 18 മോഡലും രജിസ്ട്രേഷൻ. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ലോ കിലോമീറ്റർ ആണ് ഇതും. അതെ. ഏത് ഓപ്ഷൻ? RXT. സെയിം ഓപ്ഷൻ തന്നെയാണ്. സെക്കൻഡ് ഓണറായി പിന്നെ കിലോമീറ്റർ കുറച്ച് കുറവാണ്. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഗ്രീൻ കളറാണ് വണ്ടി. നേരത്തെ കണ്ടത് വേറെ ഗ്രേ ടൈപ്പ് ആയിരുന്നു. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, നല്ല നീറ്റിലുള്ള വണ്ടിയാണ്. ഇത് ടയർ ഭാഗമൊക്കെ അടിപൊളിയാണ്. ഒന്നും ചെയ്യാനല്ല അല്ലേ? 18 മോഡൽ, 19 രജിസ്ട്രേഷൻ, RXT ആണ് ഓപ്ഷൻ വരുന്നത്. എത്രയാണ് ചോദ്യം? 2,60,000 കൊടുക്കാം. മാക്സിമം ഫുൾ ലോണിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഇത് ജസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വില ഒന്നും മാറ്റം. നേരത്തെ കണ്ട വണ്ടി. ഓക്കെ, ഫുൾ ഓണിൽ കൊണ്ടുപോകാൻ ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മാരുതി സുസുക്കി എക്സ്പ്രസോ KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനമാണ്. എക്സ്പ്രസോ ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിലും നല്ല രീതിയിൽ മൂവ് ആയി കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, ഏതാ മോഡല്? ഇത് 2020 VXI പ്ലസ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ വണ്ടി. 60,000 കിലോമീറ്റർ, 20 മോഡൽ VXI പ്ലസ്. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അതും ഓട്ടോമാറ്റിക്, AMT ഗിയർ ബോക്സ്. എങ്ങനെ പോയാലും 17-19 റേഞ്ച് മൈലേജ് അല്ലേ? 1 ലിറ്റർ റേഞ്ചിലാണ് ഒരു 1000 cc വണ്ടി. വേറെ മേജർ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ബോണറ്റ് മാറിയിട്ട്. ബോണറ്റ് മാത്രം അത് കമ്പനി തന്നെ മാറിയെന്ന്. ഡെന്റ് വന്നതിന് ശേഷം മാറിയെന്ന്. വേറെ ക്രോസ് ബാറോ കാര്യങ്ങളോ ഒന്നും മാറിയില്ല. ഓക്കെ, നല്ല ടയർ ഭാഗമുണ്ട്. അതെ. പിന്നെ എത്രയുടെ ചോദ്യം? ഇതിന്റെ 3,80,000 നമുക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് ആണ്. VXI പ്ലസ് ഓട്ടോമാറ്റിക് 3,80,000 രൂപയ്ക്ക് 2020 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ, ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. ഫുൾ ഓൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് തന്നെയാണ്. CVT ഓട്ടോമാറ്റിക് മൈക്ര, നിസാൻ മൈക്ര KL13 കണ്ണൂർ വണ്ടി തന്നെയാണ് ഇതും.
എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2014 XV ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ, പുഷ് ബട്ടണും അലോയ്സും എല്ലാ ഫീച്ചറും വരുന്ന CVT ഓട്ടോമാറ്റിക് മൈക്രയാണ്. മൈലേജ് ഒരു 11-14 ഇടയിലായിട്ട് മൈലേജ് കണ്ടാൽ മതി. വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ എത്ര പോയി? 79. വലിയ ഓട്ടോ പോയിട്ടില്ല. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ കിടക്കുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ മൈക്രയാണ്. 2014 വാഹനം. നല്ല സ്മൂത്ത് ഡ്രൈവ്, നേരത്തെ അമേസിംഗ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സ്മൂത്ത് ഡ്രൈവ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലേ, അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു വണ്ടി. ചെറിയ വണ്ടിയിൽ ഒരു CVT ഗിയർ ബോക്സ് കൂടി വരുമ്പോൾ ഒരു പെർഫോമൻസും തീർച്ചയായും സുഖവും. നല്ല ടയർ ഭാഗമുണ്ട് കേട്ടോ, വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല. എത്ര ഇതിൻ്റെ ചോദ്യം എത്രയാ? ഇത് 335 കൊടുക്കാം. 3,35,000 രൂപയ്ക്ക് 2014 ഫുൾ ഓപ്ഷൻ CVT ഓട്ടോമാറ്റിക് മൈക്ര നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്, ഒരു ക്ലെയിമില്ല. ലോണർ 3 ലക്ഷം വരെ കിട്ടും. 3-2.25 നമുക്ക് 3 ലക്ഷത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് കിട്ടും, നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഒരു കാറ് സ്വന്തമാക്കണം എന്നൊരു മോഹമില്ല, അത് തീർക്കാൻ പറ്റിയൊരു വാഹനമാണിത്. നല്ലൊരു അൾട്ടോ KL 18 വടകര രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല, ഗോൾഡൻ കളർ അൾട്ടോ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് ബ്രോ? ഇത് 2009 വരെ പേപ്പറുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 29 വരെ പേപ്പർ വരുന്ന വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് മഴയും വെയിലും കൊള്ളാണ്ട് AC ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റിയൊരു വണ്ടി അല്ലേ? അതെ. എത്ര പൈസ നമ്മൾ 88,000 രൂപക്ക് കൊടുക്കാം നമുക്ക്. 88,000-ന് 29 രൂപ പേപ്പറുള്ള എല്ലാം ഫിറ്റ് ആയിട്ടുള്ള ഒരു അൾട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നീറ്റ് കണ്ടീഷൻ തന്നെയാണുള്ളത്, എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും അല്ലേ? ഒന്നും ചെയ്യാനില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളൊന്നും അധികം സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. 29 വരെ പേപ്പറിൽ ഈ ഒരു അൾട്ടോ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ, വെറും 88,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകും. ഓക്കെ, ലോണ് ഇതുപോലെ ഇടാൻ നിൽക്കുന്നത് ഇവിടെ കിട്ടൂല, ഇട്ടാൽ തന്നെ നഷ്ടമാണ്. എങ്ങനെയെങ്കിലും വല്ല ഗോൾഡ് ലോണോ എന്തെങ്കിലും വെച്ചിട്ട് കാറെന്ന മോഹം തീർക്കാം. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണിത്, ബലേനോ. ഒരു നല്ല റെഡ് കളർ വണ്ടി, KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2017 Zeta ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ, അതായത് പുഷ് ബട്ടണും അലോയ്സും അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. പ്രൊജക്ട് ഹെഡ്ലാമ്പ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു മാറ്റമേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി തന്നെയാണ് ഇതും. 17 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ലോ കിലോമീറ്റർ വണ്ടി, ആ ഒരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ളൂ. പിന്നെ പെട്രോൾ എന്ന് പറയുമ്പോൾ ഒരു 12, 15, 16 വരെയൊക്കെ മൈലേജും കിട്ടും. ഇപ്പൊ കാണിച്ച ഓൾമോസ്റ്റ് വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ആകെ 2 വണ്ടിയെ തേർഡ് ഓണർ കാണിച്ചത്, അത് എക്സ്ചേഞ്ച് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ വേറെ ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും? 2 ഡോർ റീപ്ലേസ് ഉണ്ട്. 2 ഡോർ മാത്രം, ഡോറിന്റെ ഗ്ലാസോ പില്ലറോ ഒന്നും അറിയില്ല. സൈഡിൽ 2 ഡോർ അടക്കം വരഞ്ഞത് അങ്ങനെ റീപ്ലേസ് ചെയ്തതാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഗ്ലാസ് മാറിയിട്ടില്ല, പില്ലറിന്റെ വില പണിയെടുത്തില്ല, ഒന്നും അറിയില്ല. ജസ്റ്റ് ഡോർ മാത്രം തന്നെ ഫുള്ള് ക്ലെയിം ചെയ്ത് മാറ്റിയതായിരിക്കും. ഒരു അടി വന്നിട്ട് എന്തായാലും ഗ്ലാസ് ആദ്യം പൊട്ടും, അത് കഴിഞ്ഞ് പിന്നെ പില്ലറിലേക്ക് ഓക്കെ, ഗ്ലാസ് പോലും മാറിയിട്ടില്ല എന്തായാലും. ഓക്കെ, ഒരു കുത്തി വരെ മാറിയായിരിക്കും എന്തായാലും. ടയർ ഭാഗമുണ്ട്, അത്യാവശ്യം ഒരു 80% 4 ടയേഴ്സും ഉണ്ട്. വേറെ ഒരു വർക്ക് ഒന്നും ചെയ്യാനില്ല, വണ്ടി എടുക്കുക യൂസ് ചെയ്യുക, അത് മാത്രമേ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ 17 Zeta ആണ്, പുഷ് ബട്ടണും അലോയ്സും ഒക്കെ വരുന്ന വണ്ടി. എത്ര കൊടുക്കാം? 4,85,000 നമുക്ക് കൊടുക്കാം. നമ്മൾ ചോദിക്കുന്നതല്ല, ചെറുതായിട്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, 4,85,000 ചോദ്യമാണ്. Zeta ബലേനോ, വെറും 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, ഒരു റെഡ് കളർ നീറ്റ് വണ്ടി, ഫുൾ സർവീസ് കമ്പനി പോയ വണ്ടി. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒരു 4-4.25 വരെയൊക്കെ ലോൺ വരും. കയറും 4.4 മേലെ കയറും. ഒരു 4.44, 4.5 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 4 വരെ ചാൻസ് ഉണ്ട്. ഈ ലോണിന്റെ ഒക്കെ നിങ്ങളെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. വണ്ടി ഈ ഒരു കാറിന് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടുള്ള ബാങ്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കൂടെ അർഹമായിരിക്കണം, നിങ്ങളുടെ ട്രാക്ക് ഓക്കെ ആയിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് വെച്ച് നമുക്ക് നിർത്താം അല്ലേ? ഇനി കുറച്ച് സ്റ്റോക്കൊക്കെ വരാൻ ഒരുപാട് വണ്ടികൾ, പോളോ, ഡീസൽ പോളോ, നല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളിലും ഒരുപാട് വണ്ടികൾ കയറാനുണ്ട്. അൾട്ടോ ഒക്കെ ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലത്തെ? അതെ, നേരത്തെ ലോ ബഡ്ജറ്റ് വണ്ടികളും ഉണ്ട്. നല്ല ഇവിടെ ഇപ്പോൾ ബാക്കിയുള്ള കുറച്ച് വണ്ടികളൊക്കെ ബുക്കിംഗ് ആയതുകൊണ്ടാണ് അത് നമ്മൾ കാണിക്കാത്തത് കൂടുതലെടുത്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യം വിളിച്ചോളൂ. അപ്പോൾ കണ്ണൂർ കൂത്തുപറമ്പിന്റെ അടുത്തായിട്ട് സ്ഥലം കായലോട് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ഹൈവേ തന്നെയാണ് കായലോട്. കൂത്തുപറമ്പ് ടൗൺ എത്തുന്നതിന് മുന്നേ ആയിട്ട് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ കായലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ എല്ലാ വണ്ടിൻ്റെയും ക്വാളിറ്റി നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാനുള്ള എല്ലാ അവസരം ഒരുക്കി കൊടുക്കുക, ഷോറൂമിൽ കൊണ്ടുപോകാനും എല്ലാത്തിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ,
അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.